ചെയ്തു. അത് ലാസ്റ്റ് സ്റ്റേജാണ്, അവർക്കൊന്നും ചെയ്യാനില്ലാത്ത സ്റ്റേജിലാണ് ഇരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽത്തേജ് തേഞ്ഞു പോയി, അതിൻ്റെ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു പോയി, അസ്ഥിയും തേഞ്ഞു പോയി, അതിന് രൂപമാറ്റം വന്നു, കാല് വളഞ്ഞു പോയി. അതിൻ്റെ എക്സ്റേ അപ്പോൾ അത് നമുക്കൊരു വിഷയമായിട്ട് എടുത്ത് അത് പഠിച്ച് അവർക്കത് ഗുണം ചെയ്യും. അവരുടെ ദൂരെയാണ് അവരുടെ വീട്, അവരുടെ മദറിന് അവർക്ക് തന്നെ ചെയ്യാൻ ഉള്ള പ്രാക്ടീസാണ് ചെയ്തത്. അതോടൊപ്പം നമുക്കത് പഠിക്കുകയും ചെയ്യാം. ഇതിനകത്തിപ്പോൾ 3-4 കുഴപ്പങ്ങളാണുള്ളത്. 1 കാൽത്തേജത്തേക്ക്, 2 ഫ്ലൂയിഡ് ഇല്ല, 3 പൊസിഷൻ മാറ്റം വന്നു, 4 അസ്ഥിയിലേക്കും കൂടെ അത് ബാധിച്ചു. പിന്നെ ആ കേസ് വിശദമായിട്ട് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാകാനുള്ള ബേസിക് കാരണം 1 ഏറ്റവും ആദ്യം എക്സസൈസ് ഇല്ലായിരുന്നു. ഏറ്റവും ആദ്യത്തെ ഒരു കെസ്ലേറിയായിട്ട് അത് ചെയ്ത് പഠിച്ചാൽ നമുക്കത് വളരെ പ്രധാനം ചെയ്യും. 1 ആ എക്സസൈസ് ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുന്നത് നമ്മുടെ കയറിൻ്റെ ടയർ തേയ്മാനം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ടയർ ഓടുമ്പോഴാണ്, വണ്ടി ഓടും. മദറിൻ്റെ ഏജ് 68 ഉണ്ട്. ബോഡി വെയിറ്റ് എത്രയുണ്ട്? എല്ലാവരും ആ പടങ്ങളൊന്ന് കാണും. ഫോൺ നിലത്തിടാതെ അത് ശ്രദ്ധിച്ച് ആ പടങ്ങളൊന്ന് കാണും. വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി, ഇവർക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ബ്ലോക്കാണ്. അപ്പോൾ എല്ലാ ജോയിൻറ്റിലേക്കും ഫ്ലൂയിഡ് എത്തിച്ചു കൊടുക്കലും, അവിടുത്തെ കാൽത്തേജിനെ സംരക്ഷിക്കലും, അവിടുത്തെ തേയ്മാനം ക്ലിയർ ചെയ്യുന്നതും, അവിടെ എന്തെല്ലാം വേണ്ടതെന്നുള്ളത് എത്തിച്ചു കൊടുക്കുന്ന ആൾ തൈറോയിഡാണ്. നമ്മുടെ റേഷങ്ങളുടെ പോലെ തലച്ചോറിനകത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ നിർദ്ദേശപ്രകാരം തൈറോയിഡ് ഗ്രന്ഥിയാണ് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചുള്ളത്. അവരെ മമ്മിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമാണ്, ഷുഗറുണ്ട്, പിന്നെ കൊളസ്ട്രോളുണ്ട്, സകല പ്രശ്നങ്ങളും. അങ്ങനെയാണ് മുട്ടയിലേക്ക് വിറ്റാമിൻ എത്താതെ വരുന്നത്. മറ്റ് സ്ത്രീകൾ, ആർത്തവമുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആർത്തവരക്തം കൂടുതൽ പോവുക, വയറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക ഒക്കെ ചെയ്താലും ജോയിൻറ്റുകളെല്ലാം തിരിഞ്ഞു പോകും. ജോയിൻറ്റിലേക്ക് കിട്ടുന്നതായ കാൽസ്യവും അയണും വിറ്റാമിൻസും പ്രോട്ടീനും ഒക്കെ വയറ്റ് ഡിസ്ചാർജ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ട് നട്ടലിൻ്റെ ഷേപ്പ് മാറിപ്പോവും, നട്ടല് ബൾജ് ചെയ്ത് വരും, എല്ലുകളെല്ലാം ചുളുങ്ങി പോകും, കാലിൻ്റെ ജോയിൻറ്റ് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ ബേസിക്കായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിനെ ക്ലിയർ ചെയ്തുകൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിന് മരുന്ന് അരച്ചെടുക്കുകയും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമുള്ള ഫോൺ കറങ്ങി വന്നോ? എല്ലാവരും കണ്ടോ? കാണുന്നത് ഒട്ടുപോലത്തെ പ്രശ്നം കാണുന്നുണ്ട്. അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നമായിട്ട് അങ്ങോട്ടൊന്നും കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും കിട്ടാനില്ലാണ്ട് വന്ന് അത് ക്ഷണിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് വാർത്തവം ഉണ്ടാകുന്ന സമയത്ത് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിന് നമ്മുടെ നാട്ടിലെ ഭാഷേനാണ് വെള്ളവും. പുരുഷന് തൈറോയ്ഡ് ഗ്രന്ഥി ബ്ലോക്ക് ആയാലും വരാം, വിറ്റാമിൻ കുറഞ്ഞ വരാം, അമിത ശുക്ല നഷ്ടം കൊണ്ട് വരാം, നട്ടലിൻ്റെയൊക്കെ ബലം പോകും. തൈറോയ്ഡ് ആയാലും വലിയ ജോയിന്റിൽ എല്ലാത്തിനും കേട് തീർക്കില്ല. തൈറോയ്ഡ് ഗ്രന്ഥി പ്രശ്നം വരാനായിട്ട് പെട്രോളിയം ജെല്ലിയൊക്കെ ചേർന്ന അന്യവസ്തുക്കൾ ചേർന്ന ഓയിൽ കഴിക്കുക, പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഉപയോഗങ്ങൾ, കെമിക്കൽ ഉപയോഗങ്ങൾ, പിന്നെ ഉറങ്ങാതിരിക്കുക, മെഡിസിൻ്റെ ഉപയോഗം കൊണ്ട് വരും, കെമിക്കൽ അധികമായിട്ട് ഉപയോഗിക്കുക, നൈറ്റ് വർക്ക് ചെയ്യുക. നൈറ്റ് വർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും മരിച്ചു പോകും. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ ഫാദർ എപ്പോഴും പറയായിരുന്നു, രാത്രി പണിത് സമ്പാദിക്കുന്നത് നമുക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ള ഡോക്ടർക്കുള്ളതാണ്. നായിക്കുള്ളിൽ രോഗിയാവും. സ്ത്രീകളെ ഡോക്ടർ ഇരിക്കാവോ? ഇങ്ങോട്ട് ഇരിക്കാവോ? ഇവർക്ക് പറഞ്ഞു ഇവരെ അതൊരു ഗസ്റ്റ് തീർക്കാം. കുരുമുളക്, കുപ്പമേനി, ഇത്രയും സാധനം വെണ്ണ പോലെ അരച്ച് തൈറോയ്ഡ് ഗ്രന്ഥിയെ പരട്ടിയാൽ, തൊണ്ടയിൽ പരട്ടിയാൽ രാവിലെ തന്നെ പറ്റണം. തൈറോയ്ഡ് ഗ്രന്ഥി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും.
പുളി കഴിക്കണം. പിന്നെ അവർക്ക് അടുത്ത പ്രോബ്ലം എത്ര സമയം വെക്കണം? കൊളസ്ട്രോൾ എത്ര സമയം? അതൊരു ഉണങ്ങുന്ന വരെ ഒരു അരമണിക്കൂർ. സമൂല അപ്പൊ തൈറോയ്ഡ് ക്ലിയർ ചെയ്തു. ഈ മരുന്ന് കഴിക്കുകയും അത് പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഒത്തിരി വർഷമാവാത്തവർക്കാണെങ്കിൽ 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കൊണ്ടൊക്കെ ആയവരുണ്ട്. അത് കഴിക്കാനുള്ള കഷായം മരുന്നുകളൊക്കെ ഉണ്ട്. ഇത് അത് കഴിക്കാനല്ല, പുറത്ത് വേണ്ട. നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് തലച്ചോറിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ബോഡിയിൽ നിന്ന് ആ തേഞ്ഞു പോയ ഭാഗത്തേക്ക് വിറ്റാമിനുകളും അതുപോലെ ഫ്ലൂയിഡും ഒക്കെ എത്തിച്ച് അത് ക്ലിയർ ചെയ്യാനാണ്. നമുക്ക് അങ്ങനെ ഒരു ഫാർമസി സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അത് തെറ്റിപ്പോണേ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ആഹാരം കഴിക്കുമ്പോഴാണ് തെറ്റിപ്പോണേ, ഫാർമസി തെറ്റിപ്പോണേ. എന്നാ തെറ്റിപ്പോണേ? ഈ ആഹാരം ദഹിപ്പിക്കൽ പണിയാണ് മുഴുവൻ. ഒരു സമയം പ്രതി കൊടുക്കില്ല. മനസ്സിലാവുണ്ടോ? നമ്മുടെ ആഹാരം നമ്മളെ ഉറങ്ങുമ്പോൾ നമ്മുടെ വയറ്റിൽ ഒട്ടും ആഹാരം ഇല്ലാണ്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തേയ്മാനം തന്നെ പോകും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 മണിക്ക് ആഹാരം കഴിച്ച് നിർത്തിയെന്ന് വെച്ചോ, 7, 8, 9, 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ദഹിച്ച് തരും. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ് 11 മണി രാത്രി കഴി കഴിയുമ്പോൾ തലച്ചോറ് പറയും ഒരു പണിയില്ലല്ലോ എന്നേ. തലച്ചോറിൻ്റെ അടുത്ത് ഒരു പണിയില്ലല്ലോ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യാൻ കേട് നന്നാക്കും. അപ്പോൾ നമ്മുടെ നട്ടലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, കാലിൻ്റെ മുട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, ചെവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ശരീരം തന്നെ കേട് നന്നാക്കും. അതിനൊരു സെക്കൻഡ് സമയം കൊടുത്തിട്ടുണ്ട് തീറ്റയോട് തീറ്റ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് തന്നെ ഭായിമാർക്ക് ആർക്കും തലനരിച്ചിട്ടില്ല, നമ്മുടെ തലനരിച്ചിരിക്കാനില്ല. ഭായിമാർക്ക് ആർക്കും അസുഖമില്ല. എന്നാ അസുഖമുള്ള ഭായിമാർക്ക്? ഒരസുഖമില്ല. ഇവിടെ വന്ന് കോഴിയൊക്കെ തിന്നിട്ടുള്ള അസുഖമുള്ളൂ. അവരിവിടെ വരുമ്പോൾ ഒരസുഖമില്ല. അതിൻ്റെ ബേസിക് ഗുണം എന്നാന്നറിയോ? മിതാഹാരം. നമ്മൾ ആരെയൊക്കെ തിന്നണമെന്ന് വെച്ചാൽ കടലിലുള്ള സകല ജന്തുക്കളെയും തിന്നും, ഭൂമിയിലുള്ള സകല ജന്തുക്കളെയും തിന്നും, സകല സാധനങ്ങളും രുചിപ്രദമാക്കി അത്രയും തീറ്റയൊന്നും യാതൊരു ആവശ്യമില്ല. തീറ്റ കുറച്ചാൽ തന്നെ ഭയങ്കര കുറച്ച്. നമുക്ക് 12 മണിക്കൂർ ഫ്രീ കൊടുക്കണമെന്നേ. 24 മണിക്കൂറിൽ 12 മണിക്കൂറിന് ഫ്രീ കൊടുത്തു നോക്കി, അവൻ ഡോക്ടർ വേണ്ട. നിങ്ങൾ 12 മണിക്കൂറൊന്ന് പട്ടിണി ഇരുന്ന് നോക്കി, നിങ്ങളുടെ തലച്ചോറും നന്നാവും, ബുദ്ധിയും നന്നാവും, സന്തോഷം ഉണ്ടാകും, ശരീരത്തിൻ്റെ സകല അസുഖങ്ങളും പോകും. അതിന് 12 മണി രാത്രി വരെ തീറ്റയില്ലേ. ഈ തിന്നണ സാധനം എന്ന് വെച്ചാൽ നമ്മൾ സസ്യബുക്കാണ്. നമ്മൾ രുചിക്ക് വേണ്ടി മാംസവും ഇറച്ചിയും മീനും മുട്ടയും അത് കലർത്തി എന്നിട്ട് കൊടുക്കും. വയറിൻ്റെ പണിയും വയറെന്ന് വെച്ചാൽ പിന്നെ സ്റ്റാർച്ചായിട്ടിരിക്കണം, കൊഴുപ്പായിട്ടിരിക്കണം, എല്ലിനെ കാൽസ്യം വേർതിരിക്കണം, എന്തെല്ലാം പണിയാണ് വയറെന്ന്. നമ്മൾ സ്ഥിരം നമ്മുടെ വയറിന് അസാമാന്യ പണി കൊടുക്കും. പണി കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തേയ്മാനം ഉണ്ടോ? തേയ്മാനം മാറി കിട്ടാനായിട്ട് പട്ടിണി കിടന്നാൽ മതി. രാത്രി 7 മണിയാകുമ്പോൾ തീറ്റ നോക്കണം. എന്തെല്ലാം മുഖം ഉണ്ടെങ്കിലും തീറ്റ നോക്കണം. അവനൊരു ആശുപത്രിയും വേണ്ട, ഒരു കൊളസ്ട്രോളും വരില്ല, ഒരു തൈറോയിഡും വരില്ല, ഒരു അറ്റാക്കും വരില്ല, ഒരു ബ്രെയിൻ സ്ട്രോക്കും വരില്ല, അവനൊരു അസുഖവും വരില്ല, പനി പോലും പിടിക്കില്ല. ശ്രമിച്ചു നോക്ക്. കുപ്പമേനിയുടെ അവരെ പൂച്ചമയക്കി എന്ന് പറയും. പിന്നെ ഇവരുടെ നാട്ടിലെ ഏറ്റവും വലിയ മരുന്ന് കുപ്പമേനിക്ക് തന്നെ വേറെ പേര്. കുപ്പമേനിയുടെ വേറെ പേര് കുപ്പമേനി താൻ. അത് ഇവരുടെ നാട്ടിൽ ഭയങ്കര കൂടിയ മരുന്നാണ്. 1000 കൂട്ടങ്ങൾക്ക് എടുക്കാം. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിനെ അവൻ നിയന്ത്രിക്കും. എൻ്റെ മരുന്നുകളൊന്നും പുസ്തകത്തിൽ നിന്ന് എടുത്തതല്ല. എൻ്റെ മരുന്നുകളൊക്കെ എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഉപയോഗിച്ച് 100% ഉറപ്പുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവല്ല. അത് അരച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് ധൈര്യമായിട്ട് അടിച്ചിടാം. അതുമാത്രമല്ല 100% എഫക്റ്റ് ചെയ്യും. ഒരാൾക്കുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഞാൻ മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് അരച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണെങ്കിലും കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ ചെറിയവർക്കൊക്കെ വന്നാൽ ഒരു 7 ദിവസം അടിച്ചിട്ടാൽ മതി. അവൻ വർക്കാവാൻ തുടങ്ങും. അപ്പോൾ കുരുമുളക് ഇച്ചിരി കുറയ്ക്കണം. ഉള്ളതിൽ 10 കുരുമുളകിൽ കൂടുതൽ വേണ്ട. ഒരു പ്രാവശ്യം അരച്ചിട അതിൻ്റെ 3 ഇരട്ടി കുരുമുളക് ചെയ്ത്. പിന്നെ
ചോറ് കൂടുതൽ കുറക്കായിരിക്കും. ആഹാരവും നിയന്ത്രിക്കാം. കുപ്പമേനി കുരുമുളകും ഒപ്പം ചേർക്കാം. മരിച്ചതിനാണ് കൂടുതൽ വേണ്ടത്. 52 വെയിറ്റ്. ആ അത്ര വെയിറ്റ് അധികമാണ്. പിന്നെ 88 കഴിച്ചോണ്ട് ഏകദേശം റെഗുലർ ആയതാണ്. 4 പോയിന്റ് സംതിങ് വന്ന് പിന്നെ ഒരു 1 വീക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളൂ. അറിഞ്ഞില്ല, ശ്രദ്ധയിൽപ്പെടാതെ വിട്ടുവരും. ത്രഫലചൂർണം ഉള്ളി കഴിക്കുകയും ഞാൻ ഈ പറഞ്ഞ മരുന്ന് പറ്റുകയും ചെയ്ത കൊച്ചി 21 ദിവസം കൊണ്ട് ഫ്രീയാവും. ഈ പറഞ്ഞ സാധനം എഴുതിക്കൊണ്ട് പോകും. ത്രഫലചൂർണം എല്ലാ സാധനവും മേടിച്ചാലും പറിച്ചെടുക്കണം. അവർ സ്വല്പം ത്രഫലചൂർണം എടുക്കുക. ഒരു 1/2 സ്പൂൺ ത്രഫലചൂർണം. ത്രഫലചൂർണം കോട്ടക്കൽ ആയുർവേദികശാലയും തൈക്കാട്ട് മുസ്ലിൻ്റെ അടുത്തൊക്കെ കിട്ടും. ബൃഹത് ത്രഫലചൂർണം ഉണ്ട്. അതല്ല, വയറിളകാൻ വേണ്ടിയിട്ടല്ല. അവർ ചോദിച്ചത് എന്തിനുള്ളതെന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വയറിളക്കാനല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതെന്ന് ത്രഫല എന്ന് പറഞ്ഞാൽ 3 ഫലങ്ങൾ. ഈ ഫലം നെല്ലിക്ക, താണിക്ക, കടുക്ക. ഇതിനാണ് ആ ത്രഫല പൊടിച്ച് ഈക്വലായിട്ട് എടുത്ത് പൊടിച്ച് അതിനകത്ത് ഒരു സ്വല്പം ചെറുതേനോ നല്ല തേനയും ഡാബറിൻ്റെ തേനയില്ല, നല്ല തേനും ചേർക്കണം. ആ തേൻ ചേർത്ത് കഴിക്കുക. ഒരു 21 ദിവസവും 41 ദിവസവും ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ മൊയിൽച്ചേവിനും കുരുമുളകും അരച്ചിടുകയും ചെയ്യാം. കുരുമുളകും അതും കൂടെ. ആ വേറെ വെള്ളം ചേർക്കാൻ പാടില്ല. നിങ്ങളൊരു 21 ദിവസം ഇട്ടിട്ട് പോയി പരിശോധിച്ച് നോക്കും, ക്ലിയർ വലിച്ചു വരും. അത് നടന്നില്ലെങ്കിൽ ഒരു കോഴ്സ് കൂടെ ചെയ്യുക. ത്രഫലചൂർണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അൽഷിമേഴ്സ് വരില്ല, കണ്ണിന്റെ കാഴ്ച പോവില്ല, തലമുടിക്ക് കൊഴിച്ചിലുണ്ടാവില്ല, തലമുടിക്ക് നിറം ഉണ്ടാവും, നല്ല ചിന്താശേഷി ഉണ്ടാവും, നന്നായിട്ട് വയറ്റിന് പോകും. ശരീരത്തിന് എല്ലാ കാൽസ്യം, അയൺ, വിറ്റാമിൻസ്, പ്രോട്ടീൻസ് ആ 3 സാധനത്തിനകത്തില്ലാത്ത ഒരു ധാതുലവണങ്ങളും ഇല്ല. ഹൈ പവർ വരും. രസായന ഔഷധമാണ്. സ്ഥിരം കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറുതേനിൽ കുഴച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ ഇതായിരിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ആരക്കുഴ മഠം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു മഠമാണ്. ആ മഠത്തിൽ ഞാൻ ചെന്നു. തീരുമാനമാണ് ചെല്ലണം. അപ്പോൾ അവിടുത്തെ ഒരു മദർ പെൻഷൻ പറ്റിയിട്ടിരിക്കുന്ന ഒരു മദറിന് തീരുമാനമാണ് ഞാൻ ചെല്ലണം. ഞാൻ അവിടെ ചെന്ന് തിരുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ എവിടുത്താണ്? അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ കാണിക്കുഴിയിൽ നിന്ന് എൻ്റെ വീട്ടുപേര് പെരുങ്ങഴിയാണ്, ദിവാകരൻ അപ്പൻ്റെ തരുന്നത്. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് പാർക്കുട്ടി എന്നാണ് അവിടെ. അതെ. പാർക്കുട്ടീനെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇവർക്ക് എത്ര വയസ്സാണ്? 107 വയസ്സാണ്. 107 വയസ്സുള്ള സ്ത്രീനെ ഞാൻ തിരുമ്മി പോക്കൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് 100 വർഷമായ ഒരു പുസ്തകം തന്നു. ആ പുസ്തകത്തിനകത്ത് പ്രസൻറ്റഡ് ബൈ എന്ന സിസ്റ്ററുടെ പേരൊക്കെ എഴുതി ബൈ വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ് നോക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, ഒരു അത്ഭുതം തോന്നി. അത് മാത്രമേ ചിലർ എൻ്റെ സ്പെല്ലിങ് തെറ്റിക്കും. DHAN എന്നുള്ളതിന് THAN ഇടും. അത് ഒരു തെറ്റ് പോലുമില്ല. ഷാർപ്പായിട്ട് ഓർമ്മ, ഷാർപ്പായിട്ട് നൂല് പോലെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് എങ്ങനെ പറ്റും? ഇത്രയും വയസ്സായിട്ട് 107 വയസ്സായവർക്ക് ഇങ്ങനെ കണ്ണ് കാണുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഷാർപ്പായിട്ട് ഓർത്തിരിക്കണം എങ്ങനെ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവരെൻ്റെ ഒരു വശം പറഞ്ഞു. അവരുടെ അച്ഛൻ അവരുടെ വീട്ടിലെ കണ്ണ് ചികിത്സയാണ്. മാളയിൽ അവരുടെ വീട് കണ്ണ് ചികിത്സയാണ്. ആ കണ്ണ് ചികിത്സയിൽ ഞങ്ങളത് വീട്ടിലെല്ലാവരും ത്രഫല പൊടിച്ചിട്ട് തേൻ ചേർത്ത് കഴിച്ചാൽ മരിക്കുന്നത് വരെ ഓർമ്മയുണ്ടായിരിക്കും. മരിക്കുന്നത് വരെ അസുഖങ്ങളൊന്നും വരില്ല. കണ്ണിന് ഭയങ്കര കാഴ്ചയായിരിക്കും. ഓർമ്മയ്ക്ക് ശേഷം അൽഷിമേഴ്സ് വരില്ല, ബുദ്ധി ഉണ്ടാകും, സകല ഗുണങ്ങളും ഉണ്ടാകും. പിന്നെ എനിക്കായാലും അവർ ഉപദേശിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ ചെന്നു. നിങ്ങളുടെ വീട്ടിലേക്കും കണ്ണ് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചു. കണ്ണ് ചികിത്സ ഉണ്ട് എന്നോ. എന്നിട്ട് ഞാൻ അവരോട് റെക്കമെൻഡ് മേടിച്ചു. എന്നെ ഒന്ന് കണ്ണ് ചികിത്സ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ സിസ്റ്ററെ റെക്കമെൻഡ് മേടിച്ച് ഞാൻ മാളയിൽ വന്ന് അവർ കൊടുത്തു. ആ മാളയിൽ ടൗണിൽ അവർക്കിപ്പോൾ ചെമ്പ് കടയാണ്, വലിയൊരു ചെമ്പ് കടയാണ്, പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കട. ഞാൻ അവിടെ ചെന്ന് ഈ ലെറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ കാറ് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നിർത്തി. ഒരാഴ്ച ഞാൻ അവിടെ നിന്ന് അവരഗ്രന്ഥങ്ങളെല്ലാം തന്നു.
പുസ്തകങ്ങളെല്ലാം തന്നു. അവർ സംശയങ്ങളെല്ലാം ചോദിച്ചു തന്നു. ഞാനത് മുഴുവൻ 7 ദിവസം രാപകൽ അവിടെ ഇരുന്ന് എഴുതി സംശയം ചോദിച്ച് പഠിച്ചിട്ട്. അപ്പം അങ്ങനെ പല സ്ഥലത്തും പല ദിവ്യമായ അറിവുകളുണ്ട്. നമ്മളത് അന്വേഷിക്കണം, പഠിക്കണം. നമ്മൾ പിന്നെ ആ കൊച്ചിൻ്റെ മമ്മിക്കുള്ള ട്രീറ്റ്മെൻറ്റ് അവരെ പഠിപ്പിക്കുകയും ആ പഠിക്കുന്നതിൻ്റെ ഒരുപാട് ഇവരും പഠിക്കട്ടെ. അപ്പോൾ ആദ്യമേ ചെയ്യണ തൈറോയ്ഡ് ക്ലിയർ ചെയ്യുക, രണ്ടാമത് പ്രമേഹം ക്ലിയർ ചെയ്യുക. രണ്ടാമത് പ്രമേഹം ക്ലിയർ ചെയ്യണമെങ്കിൽ ഉലുവയും കീഴാനെല്ലിയും കൂടെ പൊടിച്ചിട്ട് കഴിക്കണം. അപ്പോൾ പ്രമേഹം നോർമലാവും. പിന്നെ അവരുടെ പ്രമേഹം പാൻക്രിയാസ് ക്ലിയർ ആവണമെങ്കിൽ നിശകതകാതി കഷായം കൊടുക്കണം. ഉലുവയും കീഴാനെല്ലിയും കൂടെ തൊഴിൽ തുല്യമായിട്ട് എടുത്ത് വൃത്തിയാക്കി പൊടിച്ച് നമുക്കിപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ധാന്യമാണ് ഉലുവ. ഉലുവ എടുത്തുകൊണ്ട് വന്ന് പുത്തൻ ഉലുവ മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വെള്ളത്തിൽ വിട്ട് ഒരു ദിവസം വെള്ളത്തിൽ ഇടാറുണ്ട്. പിറ്റേ ദിവസം മുളപ്പിച്ച് മുളയായി കഴിയുമ്പോൾ ഉലുവയിൽ സാധാരണ ഉള്ളതിൻ്റെ ഇരട്ടി ഇൻസുലിനാവും. ഈ മുളയായ സാധനം ഫ്രിഡ്ജിൽ മിക്സിയിലിട്ട് അടിക്കണം. മുളച്ചത് അടച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി വെള്ളം പറ്റിച്ചിട്ട് പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ കീഴാനെല്ലിയും പറിച്ചുകൊണ്ട് വന്ന് ചെറുതായിട്ട് കുരുവിലൊന്ന് നുറുക്കി കീഴാനെല്ലിയും പൊടിച്ചെടുക്കണം. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കഴിച്ചാൽ പ്രമേഹം ഇല്ല. പ്രമേഹം എന്ന് പറഞ്ഞൊരു വിഷയമില്ല. വെള്ളത്തിൽ കലക്കി കുടിക്കാം. നിങ്ങളത് കലക്കി കുടിച്ചിട്ട് ശരിയല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഫോൺ ചെയ്യുക. എത്ര കഴിക്കണം? 1 സ്പൂൺ വീതം കഴിക്കാം. പത്യം നോക്കണം കേട്ടോ. സകല സാധനവും തിന്നിട്ട് എന്നെ വിളിച്ചാലല്ലേ. പത്യം നോക്കണം. പത്യം എന്ന് വെച്ചാൽ 40% ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഇറച്ചി കഴിക്കാം, മീൻ കഴിക്കാം, മുട്ട കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, കുറച്ച് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. 40% ഉള്ള ധാന്യവർഗ്ഗങ്ങൾ ചാമ, തീന, പരക്, അതുപോലെയുള്ള ലിറ്റിൽ മില്ലറ്റുകൾ കഴിക്കാം. പിന്നെ ദഹനത്തിന് സപ്പോർട്ടായിട്ട് രാവിലെ ഇഞ്ചി ചമ്മന്തി കഴിക്കാം, വൈകുന്നേരം വെളുത്തുള്ളി ചമ്മന്തി കഴിക്കാം, സ്വല്പം എന്തെങ്കിലും എക്സസൈസും ചെയ്യാം. കഴിക്കാം. അങ്ങനെ കഴിച്ചാൽ പ്രമേഹം പോയി. പ്രമേഹം ഒരു വിഷയമല്ല. ശരീരത്തിനുള്ള ഓജസ് ഇല്ലെങ്കിൽ വിതാരാദി കഷായം കഴിക്കാം. ഓജസ് കിട്ടാൻ എഴുന്നേക്കാൻ പറ്റില്ല, കാലിന് പറ്റില്ല, അവിടെ വേദന ഇവിടെ വേദന, ക്ഷീണം തളർച്ച, പ്രമേഹ രോഗിയുടെ ക്ഷീണം തളർച്ച, വിതാരാദി കഷായം. അപ്പോൾ അത് മാറി. ഇനി നമുക്ക് എല്ലിലേക്ക് ആവശ്യമുള്ള വിറ്റാമിൻ കിട്ടണം. വിറ്റാമിൻ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള ഒന്ന് പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞാൽ റാഗി കഴിച്ചാൽ അയണും കാൽസ്യവും കിട്ടും. പിന്നെ ഭക്ഷണത്തിൽ പെടുത്താവുന്ന സംഗതികൾ ചെറിയ മത്സ്യം കഴിക്കാം, എള്ള് കഴിക്കാം, പിന്നെ നവധാന്യം പൊടിച്ചു കഴിച്ചാൽ ആവശ്യത്തിനുള്ള കാൽസ്യം വിറ്റാമിൻസ് ഒക്കെ കിട്ടും. പിന്നെ ഫ്ലൂയിഡ് ഉണ്ടാകാനായിട്ട്, കാലിന് ഫ്ലൂയിഡ് ഉണ്ടാകാനായിട്ട് ബദാം പരിപ്പ് കഴിക്കുക. ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി അവിടെ എണ്ണം വീതം 2 നേരം കഴിക്കുക. കാലത്ത് മഞ്ഞളും കഴിക്കുക. പിന്നെ കുഴമ്പ് വരട്ടുക. കുഴമ്പ് നീരും പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് മുറുവെണ്ണയും കൊട്ടൻ ചുക്കാതി ഇങ്ങനെ പറ്റുക. അപ്പോൾ നീരും വേദനയും പോകും. പ്രമഞ്ചനവും ധന്വന്തരവും കൂടെ കഴിക്കുമ്പോൾ പറ്റുമ്പോൾ അവിടുത്തെ തേയ്മാനവും മാറി അവിടുത്തെ പേശികൾക്ക് ബലം കിട്ടും. ആദ്യം പറഞ്ഞത് വേദന പോകാൻ, മറ്റത് കാലിൻ്റെ അവിടുത്തെ തേയ്മാനങ്ങൾ മാറി
പേശികൾക്ക് ഭയങ്കര അന്നന്തരം പ്രപഞ്ചനം പ്രപഞ്ചനം കുഴപ്പം ഒന്നുമില്ല. ഈ മുഴുവൻ കൊട്ടൻ ചുക്കാതി ഒരു കാലം തേച്ചു. പിന്നെ ഇത് അതേ അടുത്ത് തന്നെ വീണ്ടും ഇത് വേണം. അല്ല, കോട്ടൺ ചുക്കാതി മുറുവണ്ണയും കുറച്ച് ദിവസം തേക്കുമ്പോൾ വേദന പോകും. കുറച്ച് ദിവസം തേച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് പോകേണ്ടത്. വേദന മാറി കഴിയുമ്പോൾ പിന്നെ അവിടെ ഹെൽത്തി ആവണല്ലോ, സ്ട്രോങ് ആവണല്ലോ. സ്ട്രോങ് ആവാനാണ് തെന്നന്തരവും പ്രപഞ്ചനവും കൂടെ. അതിലൊക്കെ പിടിയുന്ന പ്രപഞ്ചം, അതിനൊക്കെ അതിൽ കൂടുതൽ പവർ കിട്ടണമാണ് പഞ്ചസ്നേഹം കുഴപ്പം. അതിപ്പോൾ ഇല്ല. ഭയങ്കര പിടിയുന്ന എല്ലുകളും ഉണ്ടാവും, ഞരമ്പുകളെല്ലാം ഉണ്ടായി വരും. പഞ്ചസ്നേഹം കുഴപ്പം അതിപ്പോൾ കിട്ടാനില്ല. വൈദ്യശാലയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഓരോ ജനാക്കി ഗുളിക തരാൻ പറഞ്ഞ ഒരു ലോഡ് തരും. മെറ്റീരിയൽ ഇത്രയും തരാൻ പറഞ്ഞില്ല. പഞ്ചസ്നേഹത്തിന്റെ നിർമ്മാണത്തിന് കാട്ടുപന്നിയുടെ നെയ്യ് വേണം, പശുവിന്റെ നെയ്യ് വേണം. കാട്ടുപന്നിയുടെ നെയ്യ് വേണം, ആൾക്കാരണം. ഒന്നിനും കൊല്ലാനും മേലെ എടുക്കാനൊന്നും പാടില്ല. ഒരു സ്ഥലത്തും ഇല്ല. ചുമ്മാ ഒരു ബോർഡ് വയ്ക്കുന്നല്ലാണ്ട് ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കാം, ക്ലിയർ ആവും. നോക്കിയിരിക്കുമ്പോൾ ശരീരം നന്നാവും, മുട്ടിൻ്റെ എല്ല് പോലെ അവിടുത്തെ വീടെല്ലാം ശരിയാവും, എല്ലാം ക്ലിയർ ആവും. പക്ഷെ അത് കിട്ടാനില്ല. പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ നല്ല കുഴപ്പങ്ങൾ കിട്ടാനില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ മരുന്ന് അരച്ചിടാനായിട്ട് വലിയ കറുത്തവട്ട് ചൂർണം, കറുത്തവട്ട്, മുട്ടവെള്ള, നെയ്യ്, തേന് ചേർത്ത് അരച്ചിടുക. മുട്ടിന് ആരോഗ്യം പറ്റും. കറുത്തവട്ട് ചൂർണം കഴിക്കാൻ പറ്റും, കറുത്തവട്ട് ഗുളിക മേടിക്കാൻ പറ്റും. ആ ഗുളിക കഴിക്കാനുള്ളതല്ല, അരച്ച് പരത്താനുള്ളതാണ്. അപ്പോൾ എല്ലിൻ്റെ തേയ്മാനം കുറയും, എല്ലിന് ബലം വരും, കാൽട്ടേജ് ഉണ്ടാകും, മൂളയുടെ ഉണ്ടാവും, പേശികളുടെ മെലിച്ചിന് മാറും. കറുത്തവെള്ളം, മുട്ടവെള്ള, നെയ്യ്, തേനും കൂടി ചേർത്ത് അരക്കും. ഇത് എന്തുള്ള അരയ്ക്കാൻ പാടില്ല ചേർത്ത്. മുട്ടിനിപ്പോൾ നമ്മുടെ വലിയ മുട്ടാണെങ്കിൽ അതിനുള്ള കറുത്തവട്ട് എടുക്കണം. അതറിയാനുള്ള എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് പ്രത്യേക അളവൊന്നുമില്ല. കൈപ്പാകം, കുലാർത്തി ചൂർണം, അത് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് മുരിങ്ങയുടെ തോലിടിച്ച് പിഴിഞ്ഞ് ചാറിനകത്ത് കുഴച്ച് കഴിച്ചാൽ തേയ്മാനം മാറും. തിരുമുള അല്ലെങ്കിൽ മുക്കൂട്ട് ഇട്ട് തിരുമുള, അവശ്യ വലിയ മുക്കൂട്ട് വേണം. മുക്കൂട്ട് വേറെ മുക്കൂട്ട്, പെണ്ണുങ്ങളെ തിരിക്കുന്ന മുക്കൂട്ടുണ്ട്, ഗർഭിണിയായ സ്ത്രീകളെ തിരിപ്പിക്കുന്ന മുക്കൂട്ടുണ്ട്, അത് കൊള്ളില്ല. ഇത് അവശ്യ വലിയ നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ, അത് വെക്കണം. ആവശ്യവൈദ്യം ശാസ്ത്രവിദ്യ അനുസരിച്ചുള്ള മുക്കൂട്ട്, അവശ്യ മുക്കൂട്ടെന്ന് പറയും. പിന്നെ കാല് തിരുമുക 21 ദിവസമോ 21 ദിവസമോ 14 ദിവസമോ തിരുമുക. പിന്നെ ഞവരക്കിഴി കൂട്ടുക, പിന്നെ ഞവരപ്പാഴ്ച ഇടുക. ഇത്രയും ചെയ്താൽ അവരുടെ കാര്യം ചെയ്താൽ ഈ മുട്ട തിരുമണി മുട്ട തിരുമണി എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ നിന്ന് 21
ഇവിടെ പിന്നെ ഇവിടുന്ന് മത്തങ്ങ ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടായി. വളഞ്ഞു പോയിട്ടില്ല, ആ വളവ് മാറാൻ പറഞ്ഞു. This bicycle. ഓക്കെ, അത് വേനെടുക്കാൻ പറഞ്ഞു. കഷായം കുടിക്കുകയും പൊടി കഴിക്കുകയും പഥ്യം നോക്കുകയും ചെയ്താൽ ഒറ്റ മാസം കുറയും. കഷായം എന്നൊക്കെ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങണേന്നൊരു ഗ്യാരണ്ടി ഒന്നും എന്നോട് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രയോഗം. ഇല്ലാത്ത പറഞ്ഞിട്ട് വിജയിച്ചില്ലെങ്കിൽ കഷായത്തിന്റെ മരുന്ന് പറഞ്ഞുതരാം. യോഗമുണ്ട്, ആ യോഗത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. അല്ലാണ്ട് മരുന്നില്ലാണ്ട് അസംഭവമില്ല. സാധാരണ ഇപ്പൊ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മേടിച്ച് കഴിക്കാം. ഫലവത്തല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിക്കാം. അത് നമുക്ക് സ്വന്തം ഉണ്ടാക്കാവുന്ന അതിലുള്ള എല്ലാം മരുന്നും മേടിക്കാൻ കിട്ടും. ചെത്തിയുടെ വേരുമത്തോല്, നായകം, ചെറുപുള, വേങ്ങക്കാതിൽ, അങ്ങനെ കുറേ അധികം മത്സ്യങ്ങളുണ്ട്. അത് ഞാൻ ഗ്രന്ഥത്തിൽ കൊണ്ട് പറഞ്ഞുതരാം. അത് മേടിക്കാൻ കിട്ടും. സമഗ്രവൈദ്യത്തിന്റെ ക്ലാസ് എല്ലാ ക്ലാസ്സും ഉണ്ട്. പക്ഷേ ബാക്കി മരുന്നുകളൊക്കെ ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നു. എത്തുന്നവരൊന്നും അതും കൂടെ അറ്റൻഡ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാ യോഗവും